നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്പ്രം ഡാഡ എന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മൾ അന്നപൂർണ്ണ ട്രക്കിങ്ങിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ അന്നപൂർണ്ണ ട്രക്കിംഗ്. നമസ്കാരം, ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ കണ്ടോ, അരി ഇട്ടാണ്. ഇവിടുത്തെ അരിയാണ് കേട്ടോ. ഇത് നമ്മളെ ഗ്യാസാണ് കേട്ടോ. ചെറിയ ബ്യൂട്ടേൻ്റെ ഗ്യാസാണ്. ചെറിയ ഒരു ഗ്യാസ് കുറ്റിയാണ്. ഓക്കെ, പിന്നെ സ്റ്റൗവിൻ്റെ ചെറിയ നമ്മളെ പണ്ട് യൂസ് ചെയ്ത ആ സ്റ്റൗ തന്നെയാണ്. ഓക്കെ, പിന്നെ കത്തി, പിന്നെ നമ്മളെ സാധനങ്ങളുണ്ട്. പച്ചമുളക്, ഉള്ളി, തക്കാളി. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ എന്താ പറയുക, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഓക്കെ, അത് മതി ഒരു യാത്രയ്ക്ക്. പിന്നെ വെളിച്ചെണ്ണ. ഓക്കെ, പിന്നെ വെള്ളത്തിന്റെ ബോട്ടിലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇത് തിളച്ച് അത് ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പാത്രത്തിൽ നമ്മൾ ഇതുണ്ടാക്കും. എന്താ പറയുക, കറിയും കാര്യങ്ങളും, തക്കാളി കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോറ് ഏകദേശം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തിളച്ചിട്ടുണ്ടെങ്കിൽ നേരെ എന്താ പറയുക, തക്കാളി അതൊക്കെ അരിഞ്ഞ് നേരെ ഒരു തക്കാളി കറി ഉണ്ടാക്കും. ഇതൊക്കെ എടുത്ത പാത്രം ഇതൊക്കെ കേട്ടോ. ഓക്കെ, അത് നമുക്ക് അതുണ്ടാക്കാം. അങ്ങനെ നമ്മൾ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തക്കാളിക്കറി, തക്കാളി, ഉള്ളി, നമ്മളെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി ഇട്ടൊരു കറി. ഓക്കെ, ചോറ് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അതെടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ പാത്രം വയ്ക്കും, പിന്നെ അടച്ച് വയ്ക്കും, പിന്നെ ഇതിൽ സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ ഉള്ളി, തക്കാളി, എന്താ പറയുക, പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നേരെ കറിക്കുള്ള പണി തുടങ്ങട്ടെ. അങ്ങനെ നമ്മൾ ഫുഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിക്കറി ഇതൊക്കെ. ഓക്കെ, തക്കാളിക്കറി നല്ല ചൂടാണ്. ചോറ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിൽക്കുക. നമ്മൾ എന്താണ് ഇവിടെ ഫുഡ് കഴിക്കുമ്പോൾ ഇവർ വന്നാണ് കേട്ടോ. നമ്മൾ ടൂറിസ്റ്റുകൾ വന്നതാണ്. ഓക്കെ ഓക്കെ, കുറേ ആൾക്കാർ. നമസ്തേ, നമസ്തേ ജി, നമസ്തേ 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 നമസ്തേ. യു ആർ ഫ്രം ഫ്രാൻസ്? യോ ഓക്കെ, നമസ്കാർ. Yes. You mean I have this feeling, but I cannot explain. Yeah. You are happy, right? Yeah. How long in Nepal? We arrived Saturday. Sunday. Yeah, 1 month. ഇവരെ ലഗേജ് ആട്ടോ പിടിച്ച് നടക്കുകയാണ്. ഓക്കെ, കണ്ടോ, ഫുള്ള് ലഗേജാണ്. നമസ്തേ നമസ്തേ. കണ്ടോ, ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതാ ഇവരൊക്കെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇതാ ഇവരൊക്കെ ഫ്രാൻസിൽ നിന്ന് വന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രാൻസിലേക്ക് വരുമ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഓൾഡ് വേൾഡ് ഒന്ന് അടിച്ചു നോക്കാം. ഓക്കെ, ഹലോ, നമസ്തേ. ഹായ്, നമസ്തേ. ഹായ്, നമസ്തേ. യുവർ നെയിം? My name is Joel. ജുവൽ. ഫ്രം France. യുവർ? My name is ഫ്രാൻസ്. യുവർ? നേപ്പാൾ. കം. My name is Emmanuel. I'm from France. ഫ്രാൻസ്. ഓക്കെ, യുവർ നെയിം? ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഇവരെ ഗൈഡാണ് കേട്ടോ. ഇത് ഇവരെ ഗൈഡാണ്. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്ന് നോക്കി. ഫുള്ള് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ചാമ്പ്രോങ് വില്ലേജിലാണ് കേട്ടോ. ഇവിടെ നമുക്കൊന്നും സ്റ്റേ കിട്ടിയില്ല. നൈറ്റ് ആയിട്ടുണ്ട്, 9 മണി ആയിട്ടുണ്ട് കേട്ടോ. സമയം 9:05 ആയിട്ടുണ്ട് ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ ഈ വില്ലേജിൽ ഫുൾ ടൂറിസ്റ്റുകളുടെ ഏരിയയാണ്. അതുകൊണ്ട് ഫുള്ള് എന്താ പറയുക, നമ്മൾ ലോഡ്ജും അങ്ങനത്തെ ഡോർമെറ്ററി ടൈപ്പുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എന്താ പറയുക പൈസ ഉണ്ട് കേട്ടോ. നമ്മൾ ബഡ്ജറ്റ് ട്രാവൽ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക അങ്ങനെ പൈസ മുടക്കാനില്ലാത്തത് കൊണ്ടും
നമ്മൾ ഇങ്ങനെ എന്താണ് ആരെങ്കിലും എന്താണ് ഏതെങ്കിലും ഷോപ്പിലോ പിന്നെ അതേപോലത്തെ ഒരു വീട്ടിലോ നമ്മൾ സ്റ്റേ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നടന്ന് ഇനി അടുത്ത് ഫോറസ്റ്റിലേക്കാണ് വരുന്നത്. അന്നപൂർണ്ണ ട്രക്കിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഈ ഭാഗത്ത് കാണുമെന്ന് അറിയില്ല, കാരണം എന്താ പറയുക ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണില്ല. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ സ്റ്റേ കിട്ടി. ഒരു പാവമായിട്ടുള്ള ഒരു അമ്മയുണ്ട്, പിന്നെ അവരെ മോനും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് സ്റ്റേ കിട്ടിയതാണ്. ഇവിടെ കിടന്നത് കുഴപ്പമില്ല, അതന്നെ കിട്ടിയത് വലിയ ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ചാർജിങ് ഫെസിലിറ്റി ഉണ്ട്, ചാർജൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ തരുന്നു. അപ്പോൾ കുക്ക് ചെയ്യണം കേട്ടോ, ഇതുണ്ടോ കുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചോറാകുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്തോളും. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ ഫ്രണ്ടിലോട്ടൊന്നും പിടിക്കുന്നില്ല, കാരണം ഇതൊരു വീടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സൗണ്ടിൽ ചെയ്യുന്നത്. ഇത്രയും സൗണ്ട് കുറച്ച് ചെയ്യുന്നത്, കാരണം അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തട്ടി വിളിച്ചിട്ടാണ് ഇവിടെ കിടക്കാനുള്ളൊരു സൗകര്യം അവർ എന്താ പറയുക ഒപ്പിച്ച് തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ചിലപ്പോൾ എന്നെ കാണുന്നുണ്ടാവില്ല, കാരണം നൈറ്റാണ്.